ഓം ശാന്തി. 28/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദാനം എപ്പോഴും പാത്രമായവർക്ക് നൽകണം. അനാവശ്യമായി സമയം കളയരുത്. ഓരോരുത്തരുടെയും നാഡി നോക്കൂ. അവരുടെ മനോവൃത്തി കേൾക്കുന്ന സമയത്ത് എവിടെ പോകുന്നു എന്ന്. ബാബ സ്ഥാപിച്ച ഈ ആധ്യാത്മിക വിദ്യാലയത്തിൽ എല്ലാ സേവനങ്ങളും സൗജന്യമാണ്. സൗജന്യമായ ഈ സേവനം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അതൊരിക്കലും അനാവശ്യമായി പോകുന്നതിന് നാം ഇട നൽകരുത്. അതായത്, കേൾക്കുന്നതാരാണോ അവർ കേൾക്കുന്നതിന് പാത്രമാണോ, യോഗ്യനാണോ, അതുമല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഇവിടെ തന്നെയാണോ എന്ന് നാം തീർച്ചയായും നോക്കണം. ഈ ജ്ഞാനം മനസ്സിലാക്കുന്നതിന് എല്ലാവരും യോഗ്യരാണ്. എന്നാൽ അവരുടെ ശ്രദ്ധ കേൾക്കുന്നതിൽ തന്നെയാണോ എന്ന് നാം തീർച്ചയായും നോക്കണം. അടച്ചു വച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ നമ്മൾക്കൊന്നും നിറയ്ക്കാൻ സാധിക്കില്ല. അതുപോലെ അടഞ്ഞ ഒരു മനസ്സിലേക്കും ഈ ജ്ഞാനത്തിന് പ്രവേശിക്കാൻ സാധിക്കില്ല. അതിനാൽ ഇന്ന് ബാബ പറയുന്നു, ദാനം എപ്പോഴും യോഗ്യരായിട്ടുള്ളവർക്ക് നൽകണം. അതായത്, ആർക്കാണോ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളത് അവർക്കാണ് നൽകേണ്ടത്. അല്ലാതെ നാം ഒരിക്കലും നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത്. ചോദ്യം: പവിത്ര ലോകത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ കുട്ടികൾ വളരെ ഭാരിച്ച പഥ്യം എടുക്കുന്നു. നിങ്ങളുടെ പഥ്യം എന്താണ്? ഉത്തരം: ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ കമലപുഷ്പ സമാനം ആയിരിക്കുക. ഇത് തന്നെയാണ് ഏറ്റവും ഭാരിച്ച പഥ്യം. നമ്മൾ ത്യജിക്കുന്നത് മുഴുവൻ പരിധിയില്ലാത്ത പഴയ ലോകത്തെയുമാണ്. ഒരു കണ്ണിൽ സ്വീറ്റ് ഹോം, മറുകണ്ണിൽ സ്വീറ്റ് രാജധാനി. ഈ പഴയ ലോകത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കുക. ഇതാണ് വലുതിലും വലിയ പഥ്യം. ഈ പഥ്യത്തിലൂടെ പാവന ലോകത്തിലേക്ക് പോകുന്നു. ഈ ജ്ഞാനം പഠിപ്പിച്ചു തരുന്നതിനോടൊപ്പം ബാബ നമ്മൾ കുട്ടികൾക്ക് പല പഥ്യവും തന്നിട്ടുണ്ട്. ഈ പഥ്യം അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിത രീതിക്ക് യോജിച്ച തരത്തിലുള്ള ഭക്ഷണക്രമവും ദിനചര്യയും ചിന്താഗതിയും നമ്മൾക്ക് എപ്പോഴും ഈ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. നമ്മൾക്ക് ബാബ നൽകുന്ന ഇത്തരത്തിലുള്ള പഥ്യത്തിൽ ഏറ്റവും ഉയർന്നതാണ് വീട്ടിലും കുടുംബത്തിലുമിരിക്കെ കമലപുഷ്പ സമാനം ആയിരിക്കുക എന്നത്. നമ്മൾ ത്യജിക്കുന്നത് മുഴുവൻ പരിധിയില്ലാത്ത പഴയ ലോകത്തെയുമാണ്. നമ്മുടെ ശ്രദ്ധ പരംധാമത്തിലേക്കും, കാരണം അതാണ് നമ്മളുടെ വീട്. അവിടെ നിന്നാണ് ഈ ലോകത്തിലേക്ക് വന്നത്. തിരിച്ചു പോകേണ്ടതും അവിടേക്ക് തന്നെയാണ്. രണ്ടാമത് നമ്മളുടെ സ്വീറ്റ് രാജധാനി, അതായത് സത്യയുഗം. ഈ രണ്ട് കാര്യങ്ങളിലുമാണ് നമ്മളുടെ ശ്രദ്ധ ഇപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ പഴയ ലോകത്തെ മറക്കുക എന്നത് വളരെ സഹജമായി തീരുന്നു. ഈ ഒരു കാര്യം തന്നെയാണ് നാം ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പഥ്യം. നാം നമ്മുടെ ഭക്ഷണക്രമത്തെയും ദിനചര്യയെയും അതുപോലെ തന്നെ ചിന്താഗതിയെയും ബാബയ്ക്കനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ അത് നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. ഗീതം: ക്ഷമയോടിരിക്കൂ മനുഷ്യ, നിങ്ങളുടെ സുഖത്തിൻ്റെ ദിനങ്ങൾ എത്തുകയായി. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ വാനപ്രസ്ഥ അവസ്ഥയിൽ സ്വീറ്റ് ഹോമിനെയും സ്വീറ്റ് രാജധാനിയെയും ഓർമ്മിക്കുന്നതല്ലാതെ ബുദ്ധി കൊണ്ട് മറ്റുള്ളതെല്ലാം മറക്കണം. പൂർണ്ണമായും നഷ്ടമോഹ ആകണം. 2. ബുദ്ധിയോഗം കൊണ്ട് പരിധിയില്ലാത്ത ത്യാഗം ചെയ്ത് ആത്മീയ യാത്ര ചെയ്യണം. ശ്രീമത്തനുസരിച്ച് പവിത്രരായി ഭാരതത്തിൻ്റെ സത്യമായ സേവനം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഇത് നമ്മളുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. അതായത് റിട്ടയർമെൻറ്റ് ടൈം. നമ്മളുടെ എല്ലാ കാര്യവ്യവഹാരത്തിൽ നിന്നും പതുക്കെ പതുക്കെ മാറി നിൽക്കാനുള്ള, വേറിട്ട് നിൽക്കാനുള്ള സമയമാണ്.
കാരണം നമ്മൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം, സത്യയുഗത്തിലേക്കും പോകണം. അതിനാൽ ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് ബുദ്ധി കൊണ്ട് മറ്റെല്ലാം തന്നെ മറക്കണം. എൻ്റേതായി ബാബ മാത്രമാണ്, മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. ഇപ്രകാരം പൂർണ്ണമായും നഷ്ടമോഹ ആകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പരിധിയില്ലാത്ത ത്യാഗം എന്നാൽ പരിധിയില്ലാത്ത ലോകത്തെയും ഈ ശരീരത്തെ തന്നെയും മറക്കുക എന്നതാണ്. ഇപ്രകാരം ബുദ്ധി കൊണ്ട് മറക്കുമ്പോഴാണ് ആത്മീയ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഒപ്പം ശ്രീമത്ത് അനുസരിച്ച് പവിത്രമാകുന്നതിലൂടെ ഭാരതത്തിൻ്റെ സത്യമായ സേവനം ചെയ്യാൻ സാധിക്കും. സത്യമായ സേവനം എന്നാൽ ആത്മാക്കളെ സേവിക്കുക എന്നതാണ്. അവരുടെ ആധ്യാത്മിക ഉന്നതിക്കായി സേവനം ചെയ്യുക എന്നാണ്. അത് നാം ശ്രീമത്ത് അനുസരിച്ച് പവിത്രതയിലൂടെയാണ് ചെയ്യേണ്ടത്. വരദാനം: ശ്രേഷ്ഠ കർമ്മമാകുന്ന ശിഖരത്തിൽ പിടിച്ചു കിടക്കുന്നതിനു പകരം പറക്കുന്ന പക്ഷിയാകുന്ന ഹീറോ പാർട്ട്ധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ എന്ത് ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നുവോ ഈ ശ്രേഷ്ഠ കർമ്മവും വജ്രത്തിന് സമാനമായ ശിഖരമാണ്. സംഗമയുഗത്തിലെ എത്ര തന്നെ ശ്രേഷ്ഠ കർമ്മമാകട്ടെ, ഈ ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽപ്പെടുക, അതായത് പരിധിയുള്ള കാമന വയ്ക്കുക, ഇതും സ്വർണത്തിൻ്റെ ചങ്ങലയാണ്. ഈ സ്വർണത്തിൻ്റെ ചങ്ങല അല്ലെങ്കിൽ വജ്രത്തിൻ്റെ ശിഖരത്തിൽ പെട്ടുകിടക്കരുത്. കാരണം ബന്ധനം എന്നാൽ ബന്ധനം തന്നെയാണ്. ഇതിനാൽ ബാബ്ദാദ എല്ലാ പറക്കുന്ന പക്ഷികൾക്കും സ്മൃതി നൽകുകയാണ്. സർവബന്ധനങ്ങളിൽ നിന്ന്, അതായത് പരിധികളിൽ നിന്ന് മറികടന്ന് ഹീറോ പാർട്ട്ധാരി ആകൂ. നാം ചങ്ങലയിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബന്ധനത്തിൽ കിടക്കുകയാണെന്നിരിക്കട്ടെ. ആ ബന്ധിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചങ്ങല ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായാലും സ്വർണം കൊണ്ടുണ്ടാക്കിയതായാലും ബന്ധനം തന്നെയാണ്. ഒരു പക്ഷേ ഇത്രയും നാളും ഇരുമ്പ് ചങ്ങലയിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ ചങ്ങല സ്വർണമാകുമ്പോൾ നമ്മൾക്കൊരൽപ്പം മനോഭാവത്തിൽ വ്യതിയാനം വന്നെന്നിരിക്കും. ആ ബന്ധനത്തെക്കുറിച്ചൊന്ന് ഇഷ്ടപ്പെട്ടെന്നും ഇരിക്കും. പക്ഷേ അത് ബന്ധനം തന്നെയാണ്. അതുപോലെ മുൻപത്തെ ജന്മങ്ങളിൽ നാം പല കാര്യങ്ങളിലും പെട്ടുകിടക്കുകയായിരുന്നു. കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ ബന്ധനത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഗമയുഗത്തിൽ വരുമ്പോൾ നാം സുകർമ്മം എങ്ങനെ ചെയ്യണം എന്ന് പഠിക്കുന്നു. അതിലൂടെ ശ്രേഷ്ഠ കർമ്മവും ചെയ്യുന്നു. എന്നാൽ ഈ ശ്രേഷ്ഠ കർമ്മം എന്നതും ഒരു ബന്ധനം തന്നെയാണ്. നാം എല്ലാ തരത്തിലുള്ള കാമനകൾക്കും ആഗ്രഹങ്ങൾക്കും ഉപരിയായി പോകണം. എത്ര തന്നെ ശ്രേഷ്ഠമായ ഒരു സേവനമാകട്ടെ, ആ സേവനം തന്നെ എനിക്ക് വേണം, അത് ഞാൻ തന്നെ ചെയ്യണം തുടങ്ങിയ പരിധിയുള്ള ആഗ്രഹങ്ങൾ സ്വർണ ചങ്ങല പോലെയാണ്. ഒരുപക്ഷെ തുടക്കത്തിൽ വളരെ വർണ്ണശബളമായി തോന്നുമെങ്കിലും അത് ബന്ധനം തന്നെയാണ്. ബാബ പറയുന്നു, ഈ പ്രകാരത്തിലുള്ള സകല ബന്ധനങ്ങളിൽ നിന്നും പരിധികളിൽ നിന്നും മറികടന്നാൽ നാം ഹീറോ പാർട്ട്ധാരി ആകും, പറക്കുന്ന പക്ഷി ആകും. സ്ലോഗൻ: ഉള്ളിലത്തെ സ്ഥിതിയുടെ ദർപ്പണം മുഖമാണ്. മുഖമൊരിക്കലും വാടിയതാകരുത്, സന്തോഷത്തിൻ്റെതായിരിക്കണം. ഓം ശാന്തി.